കസേര കളിയില്ലേ? വെറും കസേരയല്ല, മുഖ്യമന്ത്രി കസേര കളി. മത്സരം മുറുകിയിരിക്കുകയാണ് കർണാടകയിൽ. പുറത്തൊന്നും കാണാനില്ലെങ്കിലും എന്തൊക്കെയോ പുകഞ്ഞു മണക്കുന്നുണ്ടെന്ന് വ്യക്തം. കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അവസരം കഴിഞ്ഞു. നേരത്തെ പ്രചരിച്ച അഭ്യൂഹങ്ങൾ പ്രകാരം അടുത്ത 2.5 വർഷം ഭരിക്കേണ്ടത് ഉപമുഖ്യമന്ത്രിയായിരുന്ന DK ശിവകുമാറാണ്. 2023 തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം ഭരണനിർവഹണം ആദ്യത്തെ 2.5 വർഷം സിദ്ധരാമയ്യക്കും, പിന്നത്തേത് ശിവകുമാറിനുമായി വീതിച്ചെന്നാണ് കേട്ട കേൾവി. സമയം കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഞാൻ എണീക്കൂല എന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? ദ മലയാളം ന്യൂസിന്റെ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. രണ്ടായിരത്തി 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 135 സീറ്റുകൾ നേടി കർണാടകയിൽ അധികാരത്തിലെത്തിയെങ്കിലും ആര് ഭരിക്കുമെന്നതിനെ ചൊല്ലി ചില അന്തർധാര ചർച്ചകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഏത് ചൂടൻ വിഷയവും കൂളാക്കുന്ന കൂൾബോയ് ഹൈക്കമാൻഡ് ഇടപെട്ട് സംഗതി തണുപ്പിച്ചെന്നാണ് റിപ്പോർട്ട്. എന്നാൽ 2025 നവംബർ 20 ആദ്യ പകുതി പൂർത്തിയായെങ്കിലും അധികാര കൈമാറ്റമൊന്നും നടന്നില്ല. രംഗം 2. DK ശിവകുമാറിനെ പിന്തുണക്കുന്ന 10ലധികം MLA മാർ മന്ത്രി N ചലുവരായസ്വാമിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലേക്ക് പറക്കുന്നു. AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയെ കാണുകയാണ് ലക്ഷ്യം. നേരത്തെ ഉണ്ടാക്കിയ കരാർ പ്രകാരം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദവി കൈമാറുമെന്നാണ് ഇവരുടെ പക്ഷം. ഇനി അങ്ങനെ ഒരു എഴുതാ കരാർ ഉണ്ടെങ്കിലും സിദ്ധരാമയ്യക്ക് മുഖ്യമന്ത്രി കസേര കൈമാറാനുള്ള ഉദ്ദേശമില്ലെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഈ ചർച്ചകളെ അനാവശ്യമെന്നും BJP പ്രചരിപ്പിക്കുന്ന ഊഹാപോഹങ്ങളാണെന്നുമാണ് സിദ്ധരാമയ്യയുടെ പ്രതികരണം. ഇതിനിടയിൽ കൂടെയുള്ളവർ കാലുവാരാതിരിക്കാൻ സിദ്ധരാമയ്യ തന്റെ അടുത്ത അനുയായികളുമായി കൂടിക്കാഴ്ച നടത്തിയതായും പറയപ്പെടുന്നു. രംഗം 3. ഹൈക്കമാൻഡിന്റെ ഇടപെടലിൽ പ്രതികരിക്കുന്ന DK ശിവകുമാർ. തനിക്ക് ഗ്രൂപ്പില്ല, 140 MLA മാരും തന്റേതാണ്, എക്സിലൂടെ പറഞ്ഞു. സിദ്ധരാമയ്യക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്തു. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ ഹൈക്കമാൻഡ് നീട്ടിയൊരേറ്. ഇനി ഈ വിഷയത്തിൽ നേതാക്കൾ പരസ്യ പ്രസ്താവന നടത്തുന്നത് നിർത്തിയില്ലെങ്കിൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കും. കണ്ണുരുട്ടി. BJP ആണെങ്കിലോ കിട്ടിയ അവസരം മുതലാക്കി വിളിച്ചു പറയുകയാണ്, നാട്ടുകാരെ ഇത് വികസന സർക്കാരല്ല, വിഭജന സർക്കാരാണേ. രംഗം 4. കാത്തിരിക്കാം.